ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ റൂമിലേക്കായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഒന്നാമതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഏറ്റവും അത്യാവശ്യപ്പെട്ട് വാങ്ങിയൊരു സാധനം ഈ ഒരു ഓർഗനൈസറാണ്. എൻ്റെ വീഡിയോസ് ഫസ്റ്റ് മുതൽ കാണുന്നവർക്കറിയാം, ഞാൻ 2 പെട്ടികളിലാക്കിയിട്ട് കട്ടിലിൻ്റെ അടിയിലാണ് എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസും ബുക്സും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. പണ്ടുണ്ടായിരുന്ന പെട്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസറിലേക്ക് ഞാൻ മാറാമെന്ന് തീരുമാനിച്ചത്. മാത്രമല്ല, നല്ലൊരു ഓർഗനൈസർ മേടിച്ചുകൂടുന്ന കമൻറ്റ് വരെ എനിക്ക് വന്നു. സോ മീഷോ എന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 405 റുപ്പീസ് സംതിങ് ആണ് എനിക്ക് ഇതിനായത്. ഒരു വിദൂര സാഹചര്യത്തിൽ എനിക്കിതൊന്ന് ചെറുതായിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടി വന്നു. വേറൊന്നുമില്ല, ആ പെട്ടിയിലുണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ആക്കി ഒരു ഓർഡർലെസ് ആയിട്ടാണ് വെച്ചത്. ഡീക്ലട്ടർ ചെയ്തിട്ട് വേണം ഇനി ഓരോന്ന് ഓർഡർ ആക്കി. പിന്നെ ഒരുപാട് കട്ടിയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ബഡ്ജറ്റിനും എൻ്റെ ആവശ്യത്തിനും ഈ ഒരു സംഭവം അമേസിംഗ് പർച്ചേസ്. പിന്നെ ഇതിന്റെ പല കളർ, അതായത് ഓരോ ബോക്സിനും ഓരോ കളർ ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് എൻ്റെ റൂമിലേക്കായിട്ട് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയത് ഈ ഒരു കളറാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കളർഫുൾ ആയിട്ടിരിക്കുന്ന സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ കുറെ റൂമുകളിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സംഭവം വെച്ചിട്ട് അടിപൊളിയായിട്ട് ആ റൂമിലേക്ക് മാച്ച് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ റൂമിന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മിനിമൽ ആയിട്ടിരിക്കുന്നതാണ് കുറച്ച്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഗസ്റ്റ് വന്ന സമയത്താണ് ഈ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ റൂം ഒതുക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്തേക്ക് സാധനങ്ങൾ കയറ്റി വെക്കേണ്ടി വന്നു. അൺബോക്സിംഗ് വീഡിയോ ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓർഗനൈസേഷൻ നടത്തിയത് കൊണ്ട് ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം ഇനി ഭാവിയിലേക്കായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് വെക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സ്പേസ് ആവശ്യം വരും. ഈ ഓർഗനൈസേഷൻ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള സംഭവങ്ങളാണെങ്കിലും ഈ ഒരു ഡീക്ലട്ടർ എന്ന് പറഞ്ഞ പരിപാടി മെനക്കേട് പിടിച്ചതാണ്. കാരണം എന്ത് ആവശ്യം വരും, എന്ത് ആവശ്യം വരില്ല, എപ്പോഴാണ് ആവശ്യം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കളയണ സാധനത്തിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ആവശ്യം വരും. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുക, ഷോ അത് കളയണ്ടായിരുന്നു എന്ന്. അങ്ങനെ പല കാര്യങ്ങളിൽ എനിക്ക് റിഗ്രറ്റ് അടിക്കാറുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് നല്ല ഡൗട്ട് അടിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഒതുക്കിക്കൊണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസർ തന്നെയായിരുന്നു. കാരണം സാധനങ്ങൾ അത്രയ്ക്ക് അൽക്കുലത്തായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർച്ചേസിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഭാവിയിൽ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ കൂടി വെക്കാൻ സ്ഥലമില്ലാണ്ടാവുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഓർഗനൈസർ, നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കാം. നെക്സ്റ്റ് ഞാൻ എപ്പോഴും പരാമർശിക്കുന്ന കാര്യമാണ് എൻ്റെ മതിലിന്റെ അവസ്ഥ. പണ്ട് ഞാൻ മീഷോന്ന് ഇതേപോലെ തന്നെ ഭയങ്കര ക്രേസ് തോന്നി വാങ്ങിയിട്ടുള്ള സംഭവമാണ് മറ്റേ പോപ്പ് സിംഗേഴ്സിന്റെ ആൽബംസിന്റെ സ്റ്റിക്കർ. അത് ഏകദേശം ഒരു വർഷമായിട്ട് നമ്മുടെ മതിലുമേലുണ്ട്. പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇത് കാണാം. ആൻഡ് എപ്പോഴും ഇങ്ങനെ കൺസിസ്റ്റന്റ് ആവാണ്ട് ചേഞ്ചസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കത് എപ്പോഴും കണ്ട് മടുത്തു. സംഭവം ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മതിലിന്റെ പകുതി ഇങ്ങോട്ട് പറഞ്ഞു പോരും. അതുകൊണ്ട് നല്ല വൃത്തിയോട് ഫീൽ ചെയ്യണോണ്ട് എന്താണ് ആ ഒരു ഏരിയയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഗവേഷണത്തിലായിരുന്നു കുറച്ച് നാളെ. കുറേ വീഡിയോ റെഫറൻസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു വാൾപേപ്പറിന്റെ ഐഡിയ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ആ ഏരിയ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഈ ഒരു സംഭവം വാളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും മീഷോയിൽ കയറി നോക്കി. നമ്മുടെ ഒരു മെജോറിറ്റി ഓഫ് സാധനങ്ങൾ ഞാൻ മീഷോ തന്നെ വാങ്ങാറുള്ളൂ. ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് സംഭവം കിട്ടില്ല, സ്റ്റോറിൽ പോയാലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മീഷോ തന്നെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റിവ്യൂസ് നോക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ 300 സംതിങ് ആണ് എനിക്ക് 5 സെറ്റിന്റെ സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ടായത്. ഈ സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വളരെ വലിയ സൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ആ ഒരു പിക്ചറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 5 എണ്ണം കൊണ്ടൊന്നും ഒന്നും ആവില്ല, ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം ആദ്യം ഒന്ന് മേടിച്ചിട്ട്, എന്നിട്ട് വേണമെങ്കിൽ 2ാമത്തെ സെറ്റ് ഓർഡർ ചെയ്യാനാണ്. പക്ഷേ 5 എണ്ണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് കവർ ആയിട്ടുണ്ട്. പിന്നെ ഇത് സെൽഫ് അഡസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പശയൊന്നും മേടിച്ച് മെനക്കിട്ട് ഒട്ടിച്ച് അങ്ങനെ കഷ്ടപ്പെടേണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മതിലിലേക്ക് കൂളായിട്ട് ഒട്ടിക്കാം. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യണേക്കാട്ടും കുറച്ചും കൂടി നല്ലത് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ച് ചെയ്യണതാണ്. പിന്നെ എനിക്ക് ഈ പരിപാടി വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുള്ളവരുടെ സഹായം ചോദിച്ചാണ് ഇതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഈ ഒരു വാൾപേപ്പർ ഐ തിങ്ക് ഒരു പ്ലാസ്റ്റിക് ആൻഡ് ഒരു തെർമോക്കോൾ, ഒരു സ്പോഞ്ചി ഫീലുള്ള ഒരു സംഭവമാണ് വരുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദ ടെക്സ്ചർ ഗൈസ്, അതായത് ഇംപെർഫെക്ഷനിലും ഒരു പെർഫെക്ഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചറാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വാൾപേപ്പറിന്റെ പേസ്റ്റൽ ഗ്രീനും പേസ്റ്റൽ ബ്ലൂവും പേസ്റ്റൽ യെല്ലോ അങ്ങനെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ്. കാരണം റൂമിൽ എപ്പോഴും വൈറ്റ് ആണ് അതിൻ്റെതായ ഒരു ഇത്. വൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മിനിമൽ ആയിരിക്കും. റൂമിൽ കയറുമ്പോൾ തന്നെ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വന്നൊരു ഫീൽ ആയിരിക്കും. വേറെ ഒരു കളറിനും ആ ഒരു ഫീൽ കിട്ടും. ഇതായിരുന്നു നമ്മുടെ വർത്തി സെക്കൻഡ് പർച്ചേസ്. ആൻഡ് ദ തേർഡ് വൺ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പുതിയ സ്റ്റഡി ടേബിൾ ആണ്. ദിസ് വൺ ലിറ്ററലി മെയ്ഡ് മീ ക്രൈ. കാരണം എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു ഒരു നല്ല സ്റ്റഡി ടേബിൾ വാങ്ങുക, നല്ല ക്രാഫ്റ്റ് ടേബിൾ വാങ്ങുക. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു കുഞ്ഞു പൊടിക്കാച്ച് ടേബിളാണ്. എനിക്ക് ഈ ഒരു സാധനം, അതായത് ഇത്ര വലിയ ഒരു സ്റ്റഡി ടേബിൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. എൻ്റെ ബുക്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് അടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷം തോന്നി. പിന്നെ ഒരുപാട് ഷെൽഫുകൾ ബാക്കിയുണ്ട്, ഇതിനകത്തൊക്കെ ഇനി കുറേ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇനി ഭാവിയിൽ ഓരോന്നൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ഫില്ല് ചെയ്ത് വെക്കണം. ഇത്രത്തോളം എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ ഒരു പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഷോപ്പിൽ ഓർഡർ കൊടുത്തപ്പോൾ മുതൽ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ വരും എന്നുള്ളത്. ആൻഡ് ഫൈനലി ഇന്നലെ രാത്രി വിളിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പറയണേ വെളുപ്പിന് 6:30 പ്രോഡക്റ്റ് ഡെലിവർ ആവുന്നത്. റോഡ് പണിയും ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു 7:30 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈം. ബട്ട്
6:30 എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 6:30ക്ക് ആള് നമ്മളെ കോൾ ചെയ്തിട്ട് വീടിന്റെ താഴെ ഉണ്ട് എന്ന് പറഞ്ഞു. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഇന്ന് വന്ന ചേട്ടനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാരണം ആള് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കറക്റ്റ് ടൈമിൽ പ്രോഡക്റ്റ്സ് ഡെലിവർ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 3 പ്രോഡക്റ്റ്സ് ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് വാങ്ങി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടേബിൾ ടോപ്പേഴ്സ് ആണ്. അത് പിന്നെ നമുക്ക് പതിയെ പതിയെ മീഷോയിൽ നിന്ന് നോക്കി എടുക്കാം. പിന്നെ ഒരു സാധനം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടേബിളിന്റെ കൂടെ ഞാൻ ഇരിക്കാൻ വേണ്ടി നല്ലൊരു ചെയർ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഇരുന്നൊന്നുമല്ല, ഞാൻ കിടന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കസേര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് പഠിക്കാം. ടേബിളിനെയും ചെയറിനെയും ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ റൂമിലേക്കുള്ള സകല സാധനങ്ങളും നമ്മൾ ഏകദേശം ധാരണയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.